പാകിസ്ഥാന്റെ ഒരു നുണപ്രചാരണം കൂടി പൊളിഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചിട്ടില്ലെന്ന് താലിബാൻ അറിയിച്ചു. അഫ്ഗാനെ ഇന്ത്യ ആക്രമിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത്. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, തുടർച്ചയായി നുണകൾ പറഞ്ഞ് നുണകളുടെ കോട്ടകൾ കെട്ടിപ്പൊക്കിയാണ് പാകിസ്ഥാൻ യുദ്ധസമയത്ത് നിലനിൽക്കുന്നത്. നേരത്തെ അവർ ഇന്ത്യയുടെ പല മിസൈലുകൾ തകർത്തെന്നും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ഒക്കെ അവകാശപ്പെട്ടിരുന്നു. അതിനിടയിൽ വന്നതാണ് അഫ്ഗാനെ ആക്രമിച്ചു ഇന്ത്യ എന്നുള്ളത്. ഇതാ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം തന്നെ അത് നിഷേധിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഈ ആക്രമണം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി പാകിസ്ഥാൻ ഇത്തരം നുണ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ രഞ്ജിത്ത്, ഇതിൽ എടുത്തു പറയേണ്ടത്, ഇതുവരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള നുണ ബോംബുകളെ ഇന്ത്യയാണ് തകർത്തതെങ്കിൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം ഏറുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങളെ എതിർക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ എന്നത് മറ്റൊരു രാജ്യമാണ്. ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റോളും അഫ്ഗാനിസ്ഥാനില്ല. അങ്ങനെയുള്ളപ്പോഴാണ് അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വ്യാപകമായ നുണപ്രചാരണം പാകിസ്ഥാൻ നടത്തിയത്. ആ നുണപ്രചാരണം ആണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ തള്ളിക്കളയുന്നത്. നേരത്തെ നമുക്കറിയാം, ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചതാണ്. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറുകയില്ല എന്ന് ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അടക്കം ഇന്ത്യ ആദ്യം യുദ്ധത്തിനുണ്ടാകില്ല, തിരിച്ച് പാകിസ്ഥാൻ ഇവിടേക്ക് യുദ്ധത്തിന് വന്നാൽ മാത്രമായിരിക്കും തിരിച്ചടിക്കുക, അങ്ങനെ ഒരു നയതന്ത്ര സമീപനം സ്വീകരിക്കുന്ന രാജ്യമായ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അതായത് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് മറവിൽ ആയിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്ന വ്യാജ പ്രചാരണം ആയിരുന്നു പാകിസ്ഥാൻ നടത്തിയിരുന്നത്. അതിനെ അഫ്ഗാനിസ്ഥാൻ തന്നെ തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് അഫ്ഗാന്റെ ഭരണകൂടം എന്നത് നമുക്കറിയാം, അവിടെ ഒരു അട്ടിമറിയിലൂടെയാണ് താലിബാൻ ഭരണത്തിൽ ഏറിയത്. താലിബാൻ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്ന ഭരണകൂടമാണ്. ഇന്ത്യ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ അത്രമേൽ വലിയ ശത്രുത വെച്ചു പുലർത്തുന്നില്ല എന്ന് മാത്രവുമല്ല, അഫ്ഗാനിസ്ഥാൻ എന്നതും അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ആഭ്യന്തര വിഷയം എന്ന നിലപാടാണ് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിച്ചു വന്നത്. പ്രത്യേകിച്ച് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത സമയത്തടക്കം ഇന്ത്യയുടെ ഇടപെടൽ ലോകരാഷ്ട്രങ്ങളടക്കം ആവശ്യപ്പെട്ടപ്പോഴും ഇന്ത്യ അതിൽ ഒരു ന്യൂട്രലായ സമീപനമാണ് സ്വീകരിച്ചത്. കാരണം അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യമാണ്, ആ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇന്ത്യ ഇടപെടില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു. അതിനുശേഷം താലിബാനുമായി ഒരു മികച്ച ബന്ധം എന്ന് തന്നെ നമുക്ക് പറയാം. അവരുടെ പോളിസികളെ, നയങ്ങളെ ഇന്ത്യ അംഗീകരിക്കില്ല എങ്കിൽ പോലും താലിബാനുമായി ഏതെങ്കിലും ഒരു തരത്തിലുള്ള സംഘർഷം ഇന്ത്യ നടത്തിയിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ നിരസിക്കൽ ആണ് രഞ്ജിത്ത്. പ്രത്യേകിച്ച് താലിബാൻ ഭരണകൂടത്തിന്റെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇന്ത്യയുമായി സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. അതായത് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായ മത തീവ്രവാദം ആണ്. അതായത് ആ മതധാരയിലൂടെ മുന്നോട്ട് പോകുന്ന മറ്റു രാജ്യങ്ങളുടെ പിന്തുണയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത്. അത് അറബ് രാജ്യങ്ങളിൽ നിന്ന് അടക്കം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അറബ് രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെ കൈയൊഴിയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പെഹൽഗാം ആക്രമണം മുതൽ അഭിലാഷ് വ്യക്തമായിരുന്നു. കാരണം മതത്തിന്റെ പേര് പറഞ്ഞ് ആക്രമണം എന്ന തരത്തിൽ തീവ്രവാദികളെ കൊണ്ടുപോലും പറയിപ്പിച്ച രാജ്യമാണ് പാകിസ്ഥാൻ എന്നുകൂടി വ്യക്തമാക്കണം. അവിടെ ഓരോ വിഷയം വരുമ്പോഴും അവർ മതത്തിന്റെ കളർ ചേർക്കും. ചില വിഭാഗങ്ങൾക്കിടയിൽ ആ തരത്തിൽ അസംതൃപ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും, ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം ഈ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അത്തരം മതങ്ങൾക്ക് കൂടുതൽ പ്രചാരമുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യയെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്നില്ല. അപ്പോൾ ഓരോരോ പ്രചാരണങ്ങൾ വീണ്ടും വീണ്ടും നടത്തി കൂടുതൽ മേൽക്കൈ നേടാനുള്ള ശ്രമങ്ങളാണ് പരാജയപ്പെടുന്നത്. തീർച്ചയായും ഇന്ത്യയെ എതിർക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഇന്ത്യക്ക് അനുകൂലമാകുന്ന നിലപാടാണ് പലതരത്തിലും ഇസ്ലാമിക ആദർശങ്ങൾക്ക് മുൻതൂക്കമുള്ള, ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ തുർക്കിയെ മാറ്റി നിർത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഭൂരിഭാഗവും തുർക്കിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തുർക്കിയുടെ വാർഷിപ്പ് ആയിരുന്നു വളരെ പെട്ടെന്ന് പാകിസ്ഥാന് സഹായവുമായി എത്തിയത്. പിന്നീട് ഇറാനെയാണ് നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു രാജ്യം. ഒരുപക്ഷെ ഇറാൻ വളരെ പ്രത്യക്ഷമായി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നില്ല. ചൈനയുടെ താല്പര്യങ്ങൾ മറ്റൊന്നാണ് എന്ന് നമുക്കറിയാം. പിന്നീട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു രാജ്യം എന്നത് അസർബൈജാൻ മാത്രമാണ്. ഈ രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ
എല്ലാ രാഷ്ട്രങ്ങളും, അതിൽ ഇസ്ലാമികമായ മതത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അവിടെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഒരു പിന്തുണ പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് താലിബാൻ എന്നത് മറ്റ് മതരാഷ്ട്രങ്ങളെക്കാൾ അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റിയുള്ള രാഷ്ട്രങ്ങളെക്കാൾ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂടം ആണ്. അതിന് ജനാധിപത്യ സ്വഭാവം ഉള്ള ഭരണകൂടം അല്ല താലിബാൻ എന്നത്. താലിബാൻ എന്നത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്ക് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു പിന്തുണയുണ്ടാകും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. അതാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. അതായത് ഒരേ ധാരയിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ തോതിൽ പാകിസ്ഥാന് ക്ഷീണമുണ്ടാക്കും എന്നത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. കാരണം രഞ്ജിത്ത്, ഇതിനു മുമ്പ് നമുക്കറിയാം പലതരത്തിലുള്ള നുണപ്രചാരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ആദ്യമുണ്ടായത് പാകിസ്ഥാൻ പഹൽഗാമിൽ ആക്രമണം നടത്തിയിട്ടില്ല, തീവ്രവാദികളെ പാകിസ്ഥാൻ വളർത്തുന്നില്ല, അത് തെറ്റാണ്, ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് തെളിവാണ് ഉള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തോട്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അടക്കം ഞങ്ങൾക്ക് ഈ തീവ്രവാദ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞതായിരുന്നു ആദ്യത്തെ കള്ളം. രണ്ടാമത്തെ കള്ളം എന്നത് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം, അതായത് പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഒരു ക്ലിനിക്കൽ സർജറിയുടെ വ്യക്തതയോടെ. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അതായത് കൃത്യമായി ഭീകരവാദികളെ, ഭീകരപ്രവർത്തകരെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എങ്കിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പറഞ്ഞത് സാധാരണക്കാരായ ആളുകളെയാണ് ഇന്ത്യ കൊന്നൊടുക്കിയത് എന്നാണ്. 26 സാധാരണക്കാരായ ആളുകൾ മരണപ്പെട്ടു എന്നതായിരുന്നു പാകിസ്ഥാന്റെ വാദം. അവിടെ എടുത്തു പറയേണ്ടത് ഏതായാലും അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു എന്ന ഒരു നുണപ്രചാരണം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അത്തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾ അവർ ചെയ്തിരുന്നു. പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന്റെ മറവിൽ അഫ്ഗാൻ നേരെയും ആക്രമണം എന്ന് പറയുമ്പോൾ താലിബാനെ ഇവർക്കെതിരെ തിരിക്കുക, ആ ഭരണകൂടത്തെ കൂടി ഇവർക്കെതിരെ കൊണ്ടുവരിക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് അതും പൊളിയുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് 5 കൊടും ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ദിവസം വകവരുത്തിയത്. ബഹാവൽപൂരിലെ ലോഞ്ചിങ് പാഡിൽ സൈന്യം കൊന്നവരിൽ മൗലാന മസൂദ് അസറിന്റെ ബന്ധുക്കളും ഉൾപ്പെടുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഈ 3 പേരുടെയും ലഷ്കർ ഭീകരരായ 2 പേരുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ എന്നിവരും ഉൾപ്പെടുന്നു. ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തിന്റെ ഇൻചാർജ് ആയിരുന്നു ഹാഫിസ് മുഹമ്മദ് ജമീൽ. കെ പി അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചത്? അത് വളരെ കൃത്യമായി ആസൂത്രണത്തോടെ നടപ്പിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ലഷ്കർ കമാൻഡർ കൊല്ലപ്പെടുന്നു, 5-ലധികം കൊടും ഭീകരരുടെ മരണം സംഭവിക്കുന്നു, വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഈ 2 ഭീകര സംഘടനകൾക്കും ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യെസ്, അതായത് രഞ്ജിത്ത്, അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അടുത്ത വാർത്തയിലേക്ക് വരാമെന്ന് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ മറ്റൊരു കള്ളപ്രചാരണം കൂടി ഉണ്ടായിരുന്നത് സാങ്കല്പികമായ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അങ്ങനെയല്ല. ഇന്ത്യ എന്താണോ ലക്ഷ്യം വെച്ചത് അത് തന്നെയാണ് ഇന്ത്യ നേടിയെടുത്തത് എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. വളരെ വിചിത്രമായ ഒന്ന് അന്ന് തന്നെ പുറത്തു വന്നതാണ്. കാരണം കൊടും ഭീകരനായ മസൂദ് അസർ തന്റെ കുടുംബത്തിൽപ്പെട്ട 10 പേർ കൊല്ലപ്പെട്ടു എന്ന് പ്രസ് റിലീസ് പുറത്തിറക്കിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഭീകരവാദ കേന്ദ്രങ്ങൾ ആയിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്ന് അന്ന് തന്നെ തെളിയിക്കപ്പെട്ടതാണ്. പിന്നീട് നടന്ന സംസ്കാര ശുശ്രൂഷകളിൽ അടക്കം സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തത് നമ്മൾ ദൃശ്യങ്ങളിൽ അടക്കം കണ്ടതാണ്. ഇപ്പോഴിതാ അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടുതലായി പുറത്തുവരുന്നു. ഒരു പക്ഷേ മസൂദ് അസറിന്റെ ഒരു പ്രസ്താവന അന്നുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ സർക്കാരും എൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊലപ്പെടുത്തുന്നത്, ഞാനും അവരോടൊപ്പം പോകുന്നതായിരുന്നു നല്ലത് എന്ന തരത്തിൽ പോലും ഒരു കൊടും ഭീകരന് പറയേണ്ടി വന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദീന്റെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആയിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നവർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുദാസർ ഖാദിയാൻ എന്ന ലഷ്കർ
തോയ്ബ കമാൻഡറുടെ മരണം തന്നെയാണ്. ഇത് മുദ്രിക്കയിൽ നമ്മൾ നടത്തിയ ആക്രമണത്തിൽ അന്ന് മർക്കസ് തൈബ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ വലിയ തോതിൽ തകർക്കപ്പെട്ട മർക്കസ് തൈബയുടെ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇതാ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ്. ഈ ആക്രമണത്തിൽ ആണ് മുദാസിർ ഖാലിദ് മരണപ്പെട്ടത്. ഇത് പാകിസ്ഥാനിലെ, അതായത് പാക് അധിനിവേശ കശ്മീരിൽ വലിയ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആൾ ആയിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ മുദാസിറിന്റെ സംസ്കാര ചടങ്ങിൽ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തു എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നത്. ഹാഫിസ് അബ്ദുൾ റൌഫ് ആയിരുന്നു ആ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. അങ്ങനെ ലഷ്കർ ഇ തോയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലവനെ തന്നെയാണ് ഇന്ത്യ വകവരുത്തിയത്. മറ്റൊന്ന് ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്നതാണ്. ഹാഫിസ് മുഹമ്മദ് ജമീൽ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദിയാണ്. ഇത് മൗലാന മസൂദ് അസറിന്റെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. അങ്ങനെ മസൂദ് അസറുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളെ അടക്കമാണ് ഇന്ത്യ വകവരുത്തിയത്. മർക്കസ് സുബാനല്ല, ഭവൽപൂരിലെ മർക്കസ് സുബാനല്ലയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ആയിരുന്നു. നമ്മൾ പ്രേക്ഷകരുമായി ഏറ്റവും അധികം ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഈ ഭവൽപൂരിലെ മർക്കസ് സുബാനുള്ള നേരത്തെ എങ്ങനെയായിരുന്നു, അതിനുശേഷം തകർക്കപ്പെട്ടതിന് ശേഷം എങ്ങനെ എന്നുള്ളതായിരുന്നു. അതിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. മർക്കസ് സുബാനല്ലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ആണ് ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്ന ഭീകരവാദി കൊല്ലപ്പെട്ടത്. മസൂദ് അസറിന്റെ ബന്ധുക്കളടക്കം 5 കൊടും ഭീകരരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവരുടെ സംസ്കാരത്തിന് പാക് സൈനികരും സൈനിക തലപ്പത്തുള്ളവരും മറ്റും പങ്കെടുത്ത ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. 9 ഭീകര കേന്ദ്രങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 5 ഭീകരരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. മുദസർ ഖാദിയാൻ ഖാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ, ഖാലിദ്, മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരെയാണ് സൈന്യം വധിച്ചത് എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകനായ മുദാസർ ഖാദിയാൻ ഖാസിന്റെ ഇയാൾ പല പേരിൽ അറിയപ്പെട്ടിരുന്നു. സംസ്കാരത്തിന് ജമാ അത്വ അവ പ്രവർത്തകരും പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ തീവ്രവാദികൾ, കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ആളായ ഹാഫിസ് അബ്ദുൾ റൌഫാണ് ഈ സംസ്കാരത്തിനടക്കം നേതൃത്വം നൽകിയിരുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ലഫ്റ്റനന്റ് കേണലും പാക് പഞ്ചാബ് പോലീസ് IG-യും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വന്നതാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ കൊല്ലപ്പെട്ട, ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ദൃശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ. അസറിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ് മുഹമ്മദ് യൂസഫ് അസർ. ഉസാദ് ജി, മുഹമ്മദ് സലീം, ഗോസി സാഹബ് എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെട്ടിരുന്നു. കാണ്ഡഹാർ വിമാനറാഞ്ചൽ കേസിൽ ഇന്ത്യ തേടുന്ന ഒരു ഭീകരൻ കൂടിയായിരുന്നു ഇയാൾ എന്ന അത് നിർണായക വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അങ്ങനെ വിവിധ ഭീകരാക്രമണങ്ങളിലും ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങൾ, അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആയുധ കള്ളക്കടത്ത്, ഇയാൾക്ക് അത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടായിരുന്നു. ഇയാളുടെ സംസ്കാര ചടങ്ങും അബു ആകാംഷ എന്നറിയപ്പെടുന്ന ഖാലിദ് ലഷ്കർ ഇ തോയ്ബ പ്രവർത്തകനാണ്. ഇയാളുടെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തിരുന്നു. അങ്ങനെ ഭീകരരുമായുള്ള ബന്ധം പ്രകടമായി, അഭിലാഷ വളരെ പ്രകടമായി തന്നെ ഈ ബന്ധം പാകിസ്ഥാൻ പുറത്തു പറയുകയാണ്. കാരണം ഈ ഭീകരരാണ്, കൊടും ഭീകരരാണ് എന്നും ഇവർ ലോകമെമ്പാടും നടത്തിയിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ലിസ്റ്റടക്കം എടുത്തു കാട്ടിയിട്ടും ഇവരുടെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ലോകത്തിന് മുന്നിൽ മറ്റൊരു തെളിവും ഇനി ആവശ്യമില്ല. തീർച്ചയായും രക്തസാക്ഷികളെന്നും ധീരന്മാർ എന്നും പോരാളികൾ എന്നുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. അത് പാക് പ്രധാനമന്ത്രിയാകട്ടെ, പ്രതിരോധ മന്ത്രിയാകട്ടെ. അതുമാത്രവുമല്ല, ഇവരുടെ സംസ്കാര ചടങ്ങുകളിൽ അടക്കം പങ്കെടുത്തത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ആയിരുന്നു. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ ഈ സംസ്കാര സമയത്ത് അടക്കം പ്രേക്ഷകരുമായി വളരെ കൃത്യമായി പങ്കുവച്ചിരുന്നു. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ മേധാവി
മേധാവികൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് എന്നതാണ്. ഒപ്പം ഇതാ ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഡേറ്റകൾ എന്നത് ആധികാരികമാകുന്ന ഡേറ്റകൾ. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്, എന്തായിരുന്നു ഈ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുമായി ഇവർക്കുള്ള പങ്ക്, ബന്ധം എന്നതിൻ്റെ ഡേറ്റകൾ സഹിതം, ചിത്രങ്ങൾ സഹിതം ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ പുറത്തു വിട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഇത്തരത്തിൽ അസദിന്റെ സഹോദരൻ മരണപ്പെട്ടു എന്ന വിവരം, കൊല്ലപ്പെട്ടു എന്ന വിവരം അടക്കം പങ്കുവച്ചിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട, അതായത് കൃത്യമായി ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട്മെന്റ് നടത്തുക, അവർക്ക് പരിശീലനം നൽകുക, അവരെ ആയുധങ്ങളുമായി ഇന്ത്യയിലേക്ക് ചാവേറുകളായി അയപ്പിക്കുക, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന കമാൻഡോ പദവികളിൽ ഉള്ള തീവ്രവാദികളെ, ഭീകരവാദികളെയാണ് ഇപ്പോൾ ഓരോരുത്തരെയായി ഇന്ത്യ വകവരുത്തിയത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ മുഹമ്മദ് ഹസൻ ഖാൻ എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരൻ, അദ്ദേഹം മുഫ്തി അസർ ഖാൻ കശ്മീരിയുടെ മകൻ കൂടിയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങളും ഒപ്പം പാക് അധിനിവേശ കശ്മീരിലെ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഈ മുഹമ്മദ് ഹസൻ ഖാൻ ആണ്. മുഹമ്മദ് ഹസൻ ഖാനെയും ഈ ആക്രമണത്തിൽ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിവരം. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖാലിദ് ആണ്. ഖാലിദ് ഇതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള നിരവധിയായ തീവ്രവാദ ആക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടി ആയിരുന്നു. പ്രധാനമായും ഈ ആയുധങ്ങൾ, അതായത് ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കം തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും എത്തിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ബ്രെയിൻ എന്നത് ഖാലിദിൻ്റേത് ആയിരുന്നു. ഈ ഖാലിദിന്റെ സംസ്കാര ചടങ്ങുകൾ ഫൈസലാബാദിൽ ആണ് നടന്നത്. അവിടെ പാകിസ്ഥാന്റെ സീനിയർ ആർമി ഓഫീസർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു.